നമസ്കാരം. പ്രധാന വാർത്തകൾ. കടുത്ത ചൂടിലും തളരാതെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനം തുടരുന്നു. LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ ശനിയാഴ്ച ഷൊർണൂർ മണ്ഡലത്തിൽ പ്രചാരണം നടത്തി. റോഡ് ഷോയോടെ ഷൊർണൂർ മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങി UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദേശീയ സംസ്ഥാന നേതാക്കളും ജില്ലകളിലേക്ക്. ഏപ്രിൽ 2-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരിന്തൽമണ്ണയിലെത്തും. LDF തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന ധനവകുപ്പിന്റെ സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യം. UDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മകൾ നടത്തി. ഇത് ഗുരുതര പ്രതിസന്ധിയുണ്ടാക്കുമെന്ന അംഗങ്ങൾ. ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ വൈദ്യുതീകരണ പ്രവൃത്തികൾ പൂർത്തിയായി. ലൈനുകളിൽ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ടുള്ള വേഗ പരിശോധന ശനിയാഴ്ച നടന്നു. സദേൺ റെയിൽവേ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വിശദമായ വാർത്തകൾ നോക്കാം. പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ ശനിയാഴ്ച ഷൊർണൂർ മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങളും ലഘുയോഗങ്ങളുമായിട്ടായിരുന്നു പര്യടനം. ശനിയാഴ്ച രാവിലെ ഷൊർണൂർ മുണ്ടായിൽ നിന്നുമാണ് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ പര്യടനം ആരംഭിച്ചത്. ഉച്ചയോടെ സ്ഥാനാർത്ഥി തിരുവാഴിയോടെത്തി. സ്വീകരണ കേന്ദ്രങ്ങളിൽ ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയും ഓർമ്മപ്പെടുത്തിയുള്ള ചെറിയ പ്രസംഗം. അതിദരിദ്രരുടെ പട്ടികയിലുള്ള ഇന്ത്യ രാജ്യത്തെ അതിസമ്പന്നർക്ക് കൊള്ളയടിക്കാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് നരേന്ദ്രമോദിയെന്നും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് ഇവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും A. വിജയരാഘവൻ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പറഞ്ഞു. അതീവ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ വിജയത്തിന് നമ്മൾ തയ്യാറാവുകയാണ്. ഒരു ദശാബ്ദം പിന്നിട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് മൂന്നാമത് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭം. അതിനെ പ്രതിരോധിക്കാനാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഒരു ദശാബ്ദം ഇന്ത്യയുടെ എല്ലാ നിലയിലുമുള്ള വളർച്ചയെ തകിടമറിച്ചിരിക്കുക. തൊഴിലും വിദ്യാഭ്യാസവും ആരോഗ്യവും പാർപ്പിടവും ജീവിത സൗകര്യങ്ങളും പാവപ്പെട്ട മനുഷ്യനെ അപ്രാപ്യമായിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പാവങ്ങളും സമ്പന്നരും തമ്മിലുള്ള വിടവ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം ഇന്ത്യ. അപ്പോൾ ഈ അതിദരിദ്രരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യത്തെ അതിസമ്പന്നർക്ക് കൊള്ള ചെയ്യാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് നരേന്ദ്രമോദി. നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ലോകത്തെ വലിയ മുതലാളിമാരായി ഇന്ത്യയിലെ മുതലാളിമാർ മാറുകയാണ്. വല്ലാത്തൊരു രാഷ്ട്രീയമാണ്. തീവ്ര വർഗീയത സമൂഹത്തിൽ പ്രചരിപ്പിച്ച് ന്യൂനപക്ഷ വിരുദ്ധമായി കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോയി വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രഭാതത്തിൽ സൃഷ്ടിക്കുകയാണ്. ഇവിടെ ജീവിക്കുന്നില്ല. ജീവിക്കുക എന്നുള്ളത് എല്ലാവരുടെയും അവകാശമാണ്. രാഷ്ട്രീയ പ്രതിയോഗികളെ കൽത്തുറുകിലടക്കുക, വിവിധ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി തനിക്കെതിരെ വരാനുള്ള എല്ലാവരെയും ജയിലിലിറക്കുകയും പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. നേതാക്കളായ MR മുരളി, P. മമ്മിക്കുട്ടി MLA, K. ശ്രീധരൻ, PV പ്രജീഷ് കുമാർ, E. ചന്ദ്രബാബു, PK ശശിധരൻ, ഷൊർണൂർ വിജയൻ, P. പ്രകാശൻ, PN നന്ദിനി, ആലൻകുണ്ടിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ തിരുവാഴിയോട് നടന്ന സ്വീകരണത്തിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം കച്ചേരിക്കുന്ന്, എലിയപ്പറ്റ, തച്ചങ്ങാട് എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി. വൈകിട്ട് ചളവറയിലായിരുന്നു സമാപനം. ഷൊർണൂർ മണ്ഡലത്തിൽ റോഡ് ഷോയുമായി പാലക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. ശനിയാഴ്ച വൈകിട്ട് തിരുവാഴിയോട് നിന്ന് ആരംഭിച്ച റോഡ് ഷോ വല്ലപ്പുഴ തെങ്ങംവളപ്പിലാണ് സമാപിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രവർത്തകർക്ക് ആവേശം പകർന്നുകൊണ്ടാണ് പാലക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഷൊർണൂർ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തിയത്. വൈകിട്ട് 3:30-ന് തിരുവാഴിയോട് നിന്ന് നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ. കുളക്കാട്, അടയ്ക്കാപുത്തൂർ, വെള്ളിനേഴി, തൃക്കടേരി, എലിയപ്പറ്റ, ചെർപ്പളശ്ശേരി, നെല്ലായ, പേങ്ങാട്ടിരി വഴി റോഡ് ഷോ തെങ്ങുംവളപ്പിൽ സമാപിച്ചു. നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. കടുത്ത ചൂടിനെപ്പോലും തോൽപ്പിച്ചാണ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രചാരണത്തിന് എത്തും. ഏപ്രിൽ 2-ന് പെരിന്തൽമണ്ണയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF റാലിയിൽ സംസാരിക്കും. UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ന്യൂജൻ മീറ്റും ഏപ്രിൽ 2-നാണ് നടക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം മുന്നണികൾ ഊർജിതമാക്കി. നിയമസഭാ മണ്ഡലങ്ങളിലൂടെ സ്ഥാനാർത്ഥികൾ വിവിധ ഘട്ടങ്ങളിലായി പര്യടനം നടത്തി. ഇരു മുന്നണികളും മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു കഴിഞ്ഞു. പഞ്ചായത്ത് കൺവെൻഷനുകൾ നടന്നുവരികയാണ്.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സംസ്ഥാന ദേശീയ നേതാക്കൾ എത്തും. ഏപ്രിൽ 2-ന് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന LDF തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കും. ഇതേ ദിവസമാണ് UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ വിദ്യാർത്ഥികളുമായുള്ള ടീനേജ് മീറ്റ് നടക്കുന്നത്. നോമ്പ് കഴിഞ്ഞാലുടൻ UDF മണ്ഡലം റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കും. NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനും സംസ്ഥാന ദേശീയ നേതാക്കൾ എത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ജില്ല സജ്ജമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്. സുതാര്യമായ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ സഹകരിക്കണമെന്ന് ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മലപ്പുറം ജില്ല സജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ VR വിനോദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുതാര്യവും സുഗമവുമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ക്രമീകരണങ്ങൾ പുരോഗമിച്ചു വരികയാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറെടുപ്പുകളെല്ലാം പൂർണ്ണമായിട്ട് തയ്യാറെടുപ്പുകളും സജ്ജമായി കൊണ്ടിരിക്കുകയാണ്. തീയതി നിശ്ചയിച്ച ഡേറ്റ് മുതൽ 16-ാം തീയതി മുതൽ തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു. അന്നു മുതൽ തന്നെ ഫ്ലൈയിങ് സ്ക്വാഡുകൾ, ഡീഫേസ്മെൻറ്റ് സ്ക്വാഡ്, അക്കൗണ്ടിംഗ് ടീം ഇതെല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുസ്ഥലങ്ങളിൽ പോസ്റ്ററും ബാനറുകളും പ്രദർശിപ്പിക്കരുത്. അപ്പോൾ അതിനുശേഷം നമ്മൾ CVGIL ആപ്പ് വഴിയും വളരെയധികം പരാതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 492ഓളം പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഈ CVGIL വഴി ലഭിക്കുന്ന പരാതികൾ, CVGIL വഴി ഏതൊരാൾക്കും ഒരു ചെറിയ CVGIL ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് കാണുന്ന വയലേഷൻസ് ആ ലൊക്കേഷൻ വെച്ച് പരാതിയായിട്ട് അയക്കാം. ആ പരാതി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പരമാവധി 100 മിനിറ്റിനകം ആ പരാതി പരിഹരിക്കും. വോട്ടെടുപ്പ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ ക്രമീകരണം സംബന്ധിച്ച് തീരുമാനമായി. 119 ഓക്സിലറി ബൂത്തുകളടക്കം 2894 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിലുള്ളത്. 1500-ൽ കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തുകളിലാണ് ഓക്സിലറി ബൂത്തുകൾ ഏർപ്പെടുത്തുക. നിലവിലെ പോളിംഗ് ബൂത്തിനോട് ചേർന്ന് തന്നെയാണ് അധിക ബൂത്ത് സൗകര്യവും ഏർപ്പെടുത്തുക. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ ഓക്സിലറി ബൂത്തുകളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസമുണ്ടാകും. ചൂടുകാലമായതിനാൽ ആവശ്യമായ ബൂത്തുകളിൽ പന്തൽ ഇടുന്നതടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് കളക്ടർ അറിയിച്ചു. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയവർക്കും എത്തിച്ചേരാൻ വേണ്ടി റാമ്പുകളുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട്. റാമ്പുകൾ ഇല്ലാത്ത ചില സാഹചര്യങ്ങളിൽ റാമ്പുകൾ ചെയ്തു കൊടുക്കും. അതോടൊപ്പം ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ് ഫെസിലിറ്റി, വരുന്നവർക്ക് വെയിറ്റ് ചെയ്യാൻ ഷെയ്ഡഡ് ഏരിയ, അങ്ങനെയുള്ള ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. മലപ്പുറം ഗവൺമെൻറ് കോളേജ്, തിരൂർ SSM പോളിടെക്നിക് കോളേജ് എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. നിലവിലെ വോട്ടർ പട്ടിക അനുസരിച്ച് ജില്ലയിൽ 33,23,289 വോട്ടർമാരാണ് ഉള്ളത്. അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ എണ്ണം ഇനിയും വർദ്ധിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് മാർച്ച് 25 വരെ അവസരം നൽകിയിരുന്നു. ഇതിൽ പേര് ചേർത്തവരെ കൂടി ഉൾപ്പെടുത്തിയാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. നിലവിലെ പട്ടികയിൽ 16,61,623 പുരുഷന്മാരും 16,61,634 സ്ത്രീകളും 32 ട്രാൻസ്ജെൻഡേഴ്സുമാണുള്ളത്. 1872 സർവീസ് വോട്ടർമാരുണ്ട്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഓഫീസിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ വൈദ്യുതീകരണ പ്രവൃത്തികൾ പൂർത്തിയായി. ലൈനുകളിലൂടെ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ടുള്ള വേഗപരിശോധന ശനിയാഴ്ച നടന്നു. പാതയുടെ മനോഹാരിതയ്ക്ക് വലിയ കോട്ടം തട്ടാതെയാണ് റെയിൽവേ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. സദേൺ റെയിൽവേ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വൈകിട്ട് 3 മണിയോടെ നിലമ്പൂരിൽ നിന്നാണ് സ്പീഡ് ട്രയൽ നടത്തിയത്. ഇതിനു മുന്നോടിയായി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 25 kV AC വൈദ്യുതി കടത്തിവിട്ടിരുന്നു. വൈദ്യുതീകരണത്തിൻ്റെ ഭാഗമായി നിലമ്പൂർ റൂട്ടിലെ എല്ലാ ലെവൽ ക്രോസുകളിലെയും ഹൈറ്റ് ഗേജുകൾ 4.78 മീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട്. പാതയുടെ വികസനത്തിന് ആക്കം കൂട്ടിക്കൊണ്ടാണ് വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തിയാക്കിയത്. 66 കിലോമീറ്റർ പാതയും 4 കിലോമീറ്റർ വരുന്ന അങ്ങാടിപ്പുറം, വാണിയമ്പലം, നിലമ്പൂർ യാർഡുകളും ഉൾപ്പെടെ 70 കിലോമീറ്റർ വൈദ്യുതീകരിക്കുന്നതിന് 1300ഓളം കാലുകളാണ് സ്ഥാപിച്ചത്. സദേൺ റെയിൽവേക്ക് കീഴിലുള്ള 8 വൈദ്യുതീകരണ പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഇത്. ആവശ്യമായ വൈദ്യുതിക്ക് മേലാറ്റൂരിലാണ് ട്രാക്ഷൻ സബ്സ്റ്റേഷൻ. വാടാനംകുറിശി, അങ്ങാടിപ്പുറം, വാണിയമ്പലം എന്നിവിടങ്ങളിൽ സ്വിച്ചിംഗ് സ്റ്റേഷനുകളുമുണ്ട്. പാതയിൽ മെമു സർവീസുകൾ ഉൾപ്പെടെ കൂടുതൽ ട്രെയിൻ സർവീസുകൾക്ക് ഇതോടെ സാധ്യത തെളിയും. നിലവിൽ രാജറാണി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ പാതയിൽ സഞ്ചരിക്കാൻ ഷൊർണൂരിൽ വന്നാൽ ഡീസൽ എഞ്ചിൻ മാറ്റിഘടിപ്പിക്കണം. ഇതിനായി അരമണിക്കൂറോളം ഷൊർണൂരിൽ ട്രെയിനുകൾ നിർത്തിയിടേണ്ട സാഹചര്യവുമുണ്ട്. എന്നാൽ വൈദ്യുതീകരണത്തോടെ പൂർണ്ണമായി വൈദ്യുതി എഞ്ചിൻ ഉപയോഗിക്കാനാകും. കേരളത്തിൻ്റെ ഗ്രാമീണ സൗന്ദര്യവും കാനന ഭംഗിയുമെല്ലാം ആസ്വദിച്ച് യാത്ര ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ റെയിൽവേ പാതയായാണ് നിലമ്പൂർ ഷൊർണൂർ റെയിൽപാത അറിയപ്പെടുന്നത്. ഇതിന് വലിയ കോട്ടം തട്ടാത്ത വിധമാണ് വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ റെയിൽവേ പൂർത്തിയാക്കിയിട്ടുള്ളത്.
തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് പിടിച്ചെടുക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പട്ടാമ്പി നഗരസഭയ്ക്ക് മുന്നിൽ UDF ജനപ്രതിനിധികൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡർ CS സാജിദ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. പിടിച്ചെടുത്ത് വകമാറ്റിയിടാനുള്ളൊരു തന്ത്രം അനുവദിക്കുകയില്ല ഞങ്ങൾ തദ്ദേശ സ്ഥാപന അധികാരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഗുരുതരമായ പ്രതിസന്ധി സർക്കാർ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക വർഷമാണ് വിടവാങ്ങുന്നതെന്നും അതോടൊപ്പം തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന ധനവകുപ്പ് സർക്കുലർ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്നതാണെന്നും സർക്കുലർ പിൻവലിക്കണമെന്നും സർക്കാരിൻ്റെ അനാസ്ഥ മൂലം ചെലവഴിക്കാൻ സാധിക്കാതെ പോയ മുഴുവൻ തുകയും അടുത്ത വർഷം അധികം തുകയായി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു UDF ജനപ്രതിനിധികൾ പട്ടാമ്പിയിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. നഗരസഭാ ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും പാർലമെന്ററി പാർട്ടി ലീഡറുമായ CS സാജിദ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണം എന്നുള്ളതാണ്. ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ആ ഫണ്ട് കൂടി സർക്കാർ തട്ടിയെടുക്കുന്നതിനുള്ള ശ്രമമാണ് അത് എന്നുള്ള കാര്യം. നമുക്ക് ട്രഷറിയിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ, അതല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന പേരിൽ തടഞ്ഞു വെക്കപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്ലാൻ ഫണ്ട് പോലും സമയബന്ധിതമായി നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല. ആളുകളുടെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് ആവശ്യമായ ഫണ്ടുകൾ വിഡ്രോ ചെയ്യാൻ കഴിയുന്നില്ല. പ്രാദേശിക അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ അതിന്റെ ഫണ്ടുകൾ അതിന്റെ കോൺട്രാക്ടർമാർക്ക് ബില്ലുകൾ പാസാക്കി നൽകുന്നില്ല. ഇങ്ങനെ 100% സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സമയത്താണ് ഏറ്റവും ഒടുവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തങ്ങൾക്ക് സൗകര്യപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന തങ്ങളുടെ തനത് ഫണ്ട് പോലും അതുപോലും പിടിച്ചുവെക്കുന്ന നിലപാടിലേക്ക് സർക്കാർ നീങ്ങിയിട്ടുള്ളത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ KR നാരായണസ്വാമി അധ്യക്ഷനായി. കൗൺസിലർമാരായ C സംഗീത, CA റാഷി, K ബഷീർ, സെയ്തൽ V വടക്കേതിൽ, മുസ്തഫ പറമ്പിൽ, പ്രമീള ചോലയിൽ, അർഷ അശോകൻ, KP അൻവർ, യാസർ വലിയ പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തനത് ഫണ്ട് പിടിച്ചെടുക്കുന്ന സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാരിന്റെ അനാസ്ഥ മൂലം ചെലവഴിക്കാൻ സാധിക്കാതെ പോയ മുഴുവൻ തുകയും അടുത്ത വർഷം അധിക തുകയായി അനുവദിക്കണമെന്നും ലീഗ് മെമ്പർമാർ ആവശ്യപ്പെട്ടു. ൊക്കെ നോട്ട് ബുക്കുകളാക്കി മാറ്റിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണം എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ ഒരു മിനി സർക്കാരാണ്. ഇവിടെ എല്ലാ അധികാരവും പഞ്ചായത്തിനാണ്. പഞ്ചായത്ത് എടുക്കേണ്ട ഒരു തീരുമാനം ചോദ്യം ചെയ്യാൻ കോടതിക്കല്ലാണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരമില്ല. ആ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നാട്ടിൽ എന്താക്കി വെച്ചാൽ പഞ്ചായത്ത് തനത് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലൊക്കെ നീതി പിരിവ്, തൊഴിലിൽ പിരിവ്, അതുപോലെ ഇത്തരത്തിലുള്ളതൊക്കെ ആ ഫണ്ട് ചെലവാക്കാനുള്ള അധികാരം പഞ്ചായത്തിനുണ്ട്. LGML ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് അധ്യക്ഷനായി. ഒറ്റപ്പാലം മണ്ഡലം കൺവീനർ EP ബഷീർ, ബ്ലോക്ക് മെമ്പർ ഷീബ പാട്ടത്തൊടി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സാജിറ, KK ഷൗക്കത്ത് അലി, K അനസ്, M ലക്ഷ്മിക്കുട്ടൻ, ലീഗ് നേതാക്കളായ KP സുലൈമാൻ, K സെയ്തലവി തോട്ടര, ഹബീബ് തങ്ങൾ, M മരക്കാർ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് പിടിച്ചെടുക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, സർക്കാർ തടഞ്ഞുവെച്ച ബജറ്റ് വിഹിതം അധിക വിഹിതമായി അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF ജനപ്രതിനിധികളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ
ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുളത്ത്, സ്ഥിരസമിതി ചെയർമാൻമാരായ PK മാനു, നജ്മ തബ്ഷീറ, അംഗങ്ങളായ നാലകത്ത് ഷൗക്കത്ത്, അബ്ദുൽ നഈം, മുൻഷീർ എന്നിവർ പങ്കെടുത്തു. ചെർപ്പശ്ശേരി നഗരസഭയിൽ കെട്ടിട നികുതി അടയ്ക്കാനുള്ളവർക്ക് മാർച്ച് 31 ഞായറാഴ്ച വൈകിട്ട് 5 മണി വരെ നികുതി അടയ്ക്കാം. സമയബന്ധിതമായി നികുതി അടയ്ക്കുന്നവർക്ക് പിഴ പലിശകൾ ഒഴിവാക്കി നൽകുമെന്നും നികുതി അടയ്ക്കാത്തവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർമാൻ P. രാമചന്ദ്രൻ പറഞ്ഞു. 2023-24 വർഷത്തെ നികുതി കുടിശ്ശികകൾ മുഴുവൻ ഈ 31 വൈകുന്നേരത്തിനുള്ളിൽ അടയ്ക്കുന്നവർക്ക് പിഴപ്പലിശകൾ മുഴുവൻ ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കാലത്തുണ്ടാകുന്ന കുടിശ്ശികയ്ക്ക് വലിയ തോതിലുള്ള പിഴപ്പലിശയാണ് അടയ്ക്കാൻ ഉള്ളത്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ അടയ്ക്കുന്ന ആളുകൾക്ക് ആ പിഴപ്പലിശകൾ മുഴുവൻ ഒഴിവായി കിട്ടും. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഈ സൗകര്യം ഉപയോഗിക്കണം എന്നാവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, വസ്തുനികുതി ആയിട്ടുള്ള തർക്കങ്ങൾ മൂലം നിരവധി ആളുകൾ കോടതിയെ സമീപിച്ചൊക്കെ തന്നെ സ്റ്റേയൊക്കെ വാങ്ങിയതിൻ്റെ ഭാഗമായി നികുതി കുടിശ്ശിക ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭൂരിപക്ഷം കേസുകൾക്കും അത്തരം സ്റ്റേകളൊക്കെ നീങ്ങിയ സാഹചര്യത്തിൽ അവർക്ക് ഈ അവസരം ഉപയോഗിച്ച് അവരുടെ നികുതി അടയ്ക്കാനും നഗരസഭ സ്വീകരിക്കുന്ന നിയമ നടപടികളിൽ നിന്ന് ഒഴിവാവാനുമുള്ള വലിയ ഒരവസരമാണ് നാളെ വൈകുന്നേരത്തിനുള്ള നികുതി അടയ്ക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത്. അമ്പലപ്പാറ സനാതന സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 10ാമത് ശ്രീചക്ര ഗൗരീശം പുരസ്കാര വിതരണം ഏപ്രിൽ 3 രാവിലെ 9 മണിക്ക് നടക്കും. അമ്പലപ്പാറ മുതലപ്പാറ ഭഗവതി ക്ഷേത്രം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ പുരസ്കാരത്തിന് കഥകളി മേഖലയിലുള്ളവരെയാണ് പരിഗണിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഥകളി വേഷം വിഭാഗത്തിൽ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ, കലാമണ്ഡലം ശശീന്ദ്രൻ, കഥകളിപ്പാട്ടിൽ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ, ചെണ്ടയിൽ കലാമണ്ഡലം ബാലസുന്ദരൻ, കൊമ്പിൽ മംഗലം മണി അരവിന്ദാക്ഷൻ എന്നിവർക്കാണ് പുരസ്കാരം. 5001 രൂപയും കീർത്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അവശത അനുഭവിക്കുന്ന 4 കുടുംബങ്ങൾക്ക് ധനസഹായ വിതരണവും ഇതോടൊപ്പം നടക്കും. പൂരം കൊടിയേറ്റ ദിവസമായ 3-ന് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം കല്ലേക്കാട് ഭാരതീയ വിദ്യാനികേതൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ ഡോക്ടർ PCV രേണുക ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശ്രീ അമ്പലപ്പാറ മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ 2024 ഏപ്രിൽ 10 നടക്കുന്ന പൂരത്തോടനുബന്ധിച്ച് ഏപ്രിൽ 3 ഒരു മനുഷ്യനന്മയെ മുൻനിർത്തി കലാസാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ സംശുദ്ധമായ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച് 2012 രൂപീകരിക്കപ്പെട്ട സാംസ്കാരിക കൂട്ടായ്മയാണ് സനാതന സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ്. അമ്പലപ്പാറയിലെ മുതലപ്പാറ ഭഗവതി ക്ഷേത്രം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിൻ്റെ 10ാമത് ശ്രീചക്ര ഗൗരീശ പുരസ്കാരം പ്രഖ്യാപിച്ചു. ഒന്നാമത്തെ കഥകളി ആചാര്യനായ ഗൗദ്രശ്രീ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ കഥകളി വേഷം, 2 ശ്രീ കലാമണ്ഡലം ശശീന്ദ്രൻ കഥകളി വേഷം, 3 ശ്രീ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ കഥകളി പാട്ട്, 4 ശ്രീ കലാമണ്ഡലം ബാലസുന്ദരൻ കഥകളി ചെണ്ട, 5 ശ്രീ മംഗലം മണി അരവിന്ദാക്ഷൻ എന്നാണ് എൻ്റെ പേര്. കൊമ്പിലാണ് അയാൾക്ക് പുരസ്കാരങ്ങൾ കൊടുത്തത്. 5001 രൂപയും കീർത്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിലെ പൂരവും കൊടിയേറ്റ ദിനമായ ഏപ്രിൽ 3 രാവിലെ 9 മണിക്ക് ക്ഷേത്ര പരിസരത്ത് വെച്ച് സമ്മാനിക്കും. കൊടിയേറ്റ ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ കഥകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, തായമ്പക, നൃത്തപരിപാടികൾ എന്നിവ നടക്കും. തോൽപ്പാവക്കൂത്തുമുണ്ടാകും. പൂരത്തിന് തമ്പോല, DJ, നാസിക് ഡോൾ എന്നിവ നിരോധിച്ചതായി ട്രസ്റ്റ് ചെയർമാൻ കാവുങ്കൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, PK മുരളീകൃഷ്ണൻ, K ഗോപി, PK സത്യനാരായണൻ എന്നിവർ അറിയിച്ചു. കോട്ടപ്പാടം തിരുവിഴാക്കുന്ന് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വിവിധ ദേശവേലകളുടെ സംഗമത്തിൽ വർണ്ണാഭമായി ആഘോഷിച്ചു. രാവിലെ വിവിധ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് ആറാട്ട്, തുടർന്ന് അരിയേറ് എന്നിവയും ഉണ്ടായി. ഗ്രാമവേദികളെ ഗജവീരന്മാരുടെ അകമ്പടിയോടെ ചന്തം ചാർത്തി തിരുവിഴാങ്കുന്ന് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വെള്ളിയാഴ്ച വർണ്ണാഭമായി ആഘോഷിച്ചു. രാവിലെ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് ആറാട്ട്, തുടർന്ന് അരിയേറ് എന്നിവ ഉണ്ടായി. വൈകുന്നേരം 3 മണിക്ക്
തകിൽ, നാദസ്വരം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ ആറാട്ടുപുറപ്പാടും തുടർന്ന് കാഴ്ച ശീവേലി, ത്രിപുരാന്തക ക്ഷേത്ര സന്നിധിയിൽ ദേശവേലകളുടെ സംഗമം എന്നിവ നടന്നു. തിടംപറ്റുന്ന ഗജവീരന് അകമ്പടി സേവിച്ച് 5 ആനകൾ അണിനിരന്നു. വിവിധ വേലകളുടെ നേതൃത്വത്തിലുള്ള ഭൂതം, തിറ, മേളങ്ങൾ, നൃത്തരൂപങ്ങൾ തുടങ്ങിയവ ഉത്സവപ്രേമികൾക്ക് ഹരം പകർന്നു. തുടർന്ന് ദീപാരാധന. രാത്രി 9:30 മണ്ണാർക്കാട് ഹരി, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ചെറുപ്പശ്ശേരി രാജേഷ് എന്നിവർ അവതരിപ്പിച്ച ത്രിപിൾ തായമ്പക അരങ്ങേറി. പുലർച്ചെ 3 മണിക്ക് താലപ്പൊലി പുറപ്പാട്, അരിയറ്, തുടർന്ന് ഇടയ്ക്ക പ്രദക്ഷിണം, മേളം എന്നിവ നടന്നു. ശനിയാഴ്ച അയ്യപ്പക്ഷേത്രത്തിലെ താലപ്പൊലിയും ഞായറാഴ്ച നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ ഗുരുതിപ്പൂജയും നടക്കും. വിവിധ അന്താരാഷ്ട്ര കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളിൽ കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ കോൺഫറൻസ് സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു. ജൈവകൃഷിയുടെ പ്രാധാന്യം, ജൈവകൃഷി ഔഷധസസ്യ പരിപാലനം, കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണത്തിൻ്റെ അപകടം എന്നീ വിഷയങ്ങളാണ് കോൺഫറൻസ് നടന്നത്. ബെസ്റ്റ് ഡീഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇൻ അസോസിയേഷൻ വിത്ത് വേൾഡ് റീഹാബിലിറ്റേഷൻ ഓർഗനൈസേഷൻ, വേൾഡ് പീസ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സർവേറ്ററി, DK ഇന്റർനാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെൻറ്റർ, റോയൽ അക്കാഡമി ഓഫ് ഗ്ലോബൽ പീസ് എന്നീ കൂട്ടായ്മകൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ദേശീയ കോൺഫറൻസ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും വേണ്ടി യുവാക്കൾ തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. കാരണം യുവാക്കൾക്ക് മനസ്സിലായി തുടങ്ങി, ഇന്ന് പണ്ടത്തെ അന്യം നിന്ന് പോയിട്ടുള്ള എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും നമുക്ക് തിരികെ പിടിക്കണം എന്ന് യുവാക്കൾക്ക് പോലും. സ്കൂൾ PTA പ്രസിഡന്റ് എ മുഹമ്മദ് അലി അധ്യക്ഷനായി. പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, പ്രൊഫസർ റാണി പാർവതി, മാത്യു പി തോമസ്, സ്കൂൾ മാനേജർ റഷീദ് കല്ലടി, ഹമീദ് കൊമ്പത്ത്, സൈനുദ്ദീൻ ആബിദ്, PK ഹംസ, P മനോജ്, P ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ ശ്രീധരൻ പേരഴിക്ക് ബെസ്റ്റ് ഡീഡ് അന്താരാഷ്ട്ര അധ്യാപക രത്ന അവാർഡും കർഷക രത്ന അവാർഡ് ഷാജി അട്ടപ്പാടിക്കും ശ്രേഷ്ഠ സേവ രത്ന അവാർഡ് സോമരാജൻ ഐവർമഠത്തിനും ചടങ്ങിൽ നൽകി. NCP പട്ടാമ്പി നിയോജക മണ്ഡലം ലീഡേഴ്സ് മീറ്റ് കൊപ്പത്ത് വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് P സുന്ദരൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, NCP ജില്ലാ സെക്രട്ടറി KP അബ്ദുറഹ്മാൻ, മുത്തപ്പൻ വാസുദേവൻ, T അനൂപ്, PP സുബ്രഹ്മണ്യൻ, CP രാജ്കുമാർ, K ഇസ്മായിൽ, രാമൻ പാത്തോത്ത്, KM ഖാദർ, P സുരേന്ദ്രൻ, K നാസർ തുടങ്ങിയവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ യോഗം തീരുമാനിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന യുവിക യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമിലേക്ക് കേരളത്തിൽ നിന്നും പെരിന്തൽമണ്ണ പുലാമന്തോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിധു നന്ദനെ തിരഞ്ഞെടുത്തു. 1.5 ലക്ഷത്തിലധികം അപേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 350 വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ 7 ISRO കേന്ദ്രങ്ങളിൽ വെച്ച് പരിശീലനം ലഭിക്കും. കൊളത്തൂർ നാഷണൽ ALP സ്കൂൾ പ്രധാനാധ്യാപകൻ KK സുധീറിൻ്റെയും പുലാമന്തോൾ GHSS ലാബ് അസിസ്റ്റന്റ് K പ്രതിഭയുടെയും മകനാണ് വിധു നന്ദൻ. S ഗൗരിനന്ദന സഹോദരിയാണ്. ഇനി വാണിജ്യ വാർത്തകൾ. ഒറ്റപ്പാലത്തിൻ്റെ മണ്ണിൽ വസ്ത്രസങ്കല്പങ്ങളുടെ പുതുമ നൽകിക്കൊണ്ട് റോയൽ ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭമായ റോയൽ സിൽക്സ് TB റോഡ് റോയൽ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി MB രാജേഷ് റോയൽ സിൽക്സ് ഉദ്ഘാടനം ചെയ്തു.
വളരുന്ന ഒറ്റപ്പാലത്തിൻ്റെ മാറ്റങ്ങൾക്കൊപ്പം ചുവടുവെച്ചുകൊണ്ടാണ് 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള റോയൽ ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭമായ റോയൽ സിൽക്സ് TB റോഡിൽ റോയൽ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചത്. മന്ത്രി MB രാജേഷ് റോയൽ സിൽക്സ് ഒറ്റപ്പാലത്തിന് സമർപ്പിച്ചു. എനിക്ക് ദീർഘകാലമായിട്ട് അറിയുന്നതുകൊണ്ട് ഒരു വിശ്വാസമുള്ളതുകൊണ്ട് ആദ്യമായിട്ടാണ് തൃത്താല മണ്ഡലത്തിന് പുറത്ത് ഒരു സ്വകാര്യ പരിപാടി വരാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വിളിച്ച ശേഷമാണ് വേറെ പരിപാടിക്ക് പാലക്കാട്ട് വിളിച്ചത്. അത് ഇതുപോലെ അറിയുന്നതായിരുന്നു, അവിടെയും പോയി. അപ്പോൾ ഈ സംരംഭം ഇതിനു മുമ്പുള്ള സംരംഭങ്ങളെ പോലെ തന്നെ വലിയ വിജയമായി തീരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒറ്റപ്പാലത്തെ പ്രമുഖരുടെയും അതുപോലെ കേരളത്തിലെ തന്നെ വ്യാപാര വാണിജ്യ രംഗത്ത് സാമീപ്യമുള്ള പ്രമുഖരുടെയും എല്ലാം സാന്നിധ്യം തന്നെ തെളിയിക്കുന്നത് ഇത് വലിയ വിജയമായി തീരുമെന്നാണ്. ഇതിനെല്ലാ ആശംസകളും നേരുന്നു. K. പ്രേംകുമാർ MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി, KTGA സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാമൻ, കവി അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, മുൻ MLA M. ഹംസ, പ്രശസ്ത സിനിമാ സംവിധായകരായ ലാൽ ജോസ്, അനിൽ രാധാകൃഷ്ണ മേനോൻ, മ്യൂസിക് ഡയറക്ടർ സ്റ്റീഫൻ ദേവസി തുടങ്ങിയവർ മുഖ്യാതിഥികളായി. മന്ത്രി MB രാജേഷിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ട് ചെയർപേഴ്സൺ K. ജാനകി ദേവി ആദ്യ വിൽപ്പന നടത്തി. 50,000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി വസ്ത്രവിസ്മയമൊരുക്കി റോയൽ സിൽക്സും ഷോപ്പിംഗ് അനുഭവം നൽകാൻ റോയൽ ഹൈപ്പർ മാർക്കറ്റുമാണ് തയ്യാറായിരിക്കുന്നത്. നാടറിയുന്ന ആഘോഷങ്ങൾക്ക് പുതുപുത്തൻ വസ്ത്രസങ്കല്പവുമായാണ് 2 നിലകളിലായി റോയൽ സിൽക്സ് ഉപഭോക്താക്കളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ വിലയിൽ ക്വാളിറ്റിയുള്ള ട്രെൻഡിംഗ് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമാണ് റോയൽ സിൽക്സിൻ്റെ പ്രത്യേകത. എയർ കണ്ടീഷനിംഗ് ചെയ്ത 2 നിലകളിൽ ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെയും കമനീയ ശേഖരം തന്നെയാണ് റോയൽ സിൽക്സ് ഒരുക്കിയിട്ടുള്ളത്. US പോളോ, അലൻ സൊള്ളി, ലോയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട് തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ വസ്ത്രങ്ങൾ ഏറ്റവും വിലക്കുറവിലാണ് റോയൽ സിൽക്സ് നൽകുന്നത്.
വെഡിംഗ് വസ്ത്രങ്ങളുടെ മികച്ച കളക്ഷൻ തന്നെയാണ് റോയൽ സിൽക്സിലുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള പ്രത്യേക സെക്ഷനുകളും എസ്കലേറ്റർ, ലിഫ്റ്റ് സൗകര്യവും റോയൽ സിൽക്സിലുണ്ട്. മികച്ച പാർക്കിംഗ് സൗകര്യവും റോയൽ സിൽക്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും നൽകുന്നു. നല്ല ചൂടാണ് ഇപ്പോൾ സംസ്ഥാനത്ത്. ഈ ചുട്ടുപൊള്ളുന്ന വേനലിൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായി പൂമരുത്. കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഞങ്ങളുടെ ക്യാമറമാൻ രജീഷാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടുത്ത ചൂടിലും തളരാതെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനം തുടരുന്നു. LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ ശനിയാഴ്ച ഷൊർണൂർ മണ്ഡലത്തിൽ പ്രചാരണം നടത്തി. റോഡ് ഷോയോടെ ഷൊർണൂർ മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങി UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദേശീയ സംസ്ഥാന നേതാക്കളും ജില്ലകളിലേക്ക്. ഏപ്രിൽ 2-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരിന്തൽമണ്ണയിലെത്തും. LDF തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന ധനവകുപ്പിന്റെ സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യം. UDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മകൾ നടത്തി. ഇത് ഗുരുതര പ്രതിസന്ധിയുണ്ടാക്കുമെന്ന അംഗങ്ങൾ. ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ വൈദ്യുതീകരണ പ്രവൃത്തികൾ പൂർത്തിയായി. ലൈനുകളിൽ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ടുള്ള വേഗ പരിശോധന ശനിയാഴ്ച നടന്നു. സദേൺ റെയിൽവേ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.